ഹലോ മക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സീരീസ് ഉണ്ട്. നമ്മൾ ഇന്നൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു വീഡിയോ സീരീസിലൂടെ നമുക്ക് ട്രേഡ്സ്മാൻ സ്മിത്തിയിലെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള എൻ്റയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ സീരീസിലൂടെ കവർ അപ്പ് ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2015 ട്രേഡ്സ്മാൻ സ്മിത്തിയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, എൻ്റെ കൂട്ടുകാർ നമ്മൾ പഠിക്കുന്ന ബുക്കും അതുപോലെ തന്നെ നമ്മൾ ഒരു പെന്നൊക്കെ എടുത്തു വെച്ചിട്ട് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു മൈൻഡിൽ വന്നിരിക്കുക. കാരണം നമുക്ക് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ പിന്നീട് 2015 ശേഷം അതിനു മുമ്പായിട്ട് കൂടുതലും ഇത്തരത്തിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുക നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ചോദ്യങ്ങൾ തന്നെ കാണാറുണ്ട്. അപ്പോൾ ടെക്നിക്കൽ PSCയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പോകാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സ്മിത്തി ഷോപ്പ് ഈസ് ദ പ്ലേസ് വെയർ മെറ്റൽ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ സിലബസ് ക്ലിയർ ചെയ്തപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആലോചിച്ച് വെക്കുക, നമ്മൾ സ്മിത്തിൻ്റെ കാര്യം പഠിച്ചപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഇതാണ്. കിട്ടുന്നുണ്ടോ? ഫസ്റ്റ് എന്താ വരുന്നത്? സ്മിത്തി വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്മിത്തി ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെല്ലിംഗ് ആണോ, നോക്കടാണോ, പാക്കിംഗ് ആണോ? അല്ല, സെല്ലിങ്ങും പാക്കിങ്ങും അല്ല. നമുക്ക് നല്ല രീതിയിൽ കൂളിംഗ് ആണോ? അല്ല. നമുക്കറിയാം നല്ല രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ആൻസർ എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസർ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റെഡി അല്ലേ? കിട്ടിയിട്ടുണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ? പിന്നീടുള്ള ഓരോ ക്വസ്റ്റ്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചോളാം. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: എ ഫെറസ് മെറ്റൽ ഈസ് വൺ വിച്ച്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫെറസ് മെറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഫെറസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫെറസ് എന്ന് പറഞ്ഞാൽ അയേൺ ആണ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏതാണെന്ന് നോക്കാം. കണ്ടെയ്നിങ് അലൂമിനിയം ആണോ? അല്ല, ഒരിക്കലും അല്ല അല്ലേ. അടുത്ത ഡസ് നോട്ട് കണ്ടെയ്നിങ് അയൺ. ഡസ് നോട്ട് എന്നല്ല, കണ്ടെയ്നിങ് അയൺ ആണെങ്കിൽ നമുക്ക് എന്താക്കാം, അയൺ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മെറ്റൽസിനെയാണ്. അല്ലെ, അയൺ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിനെ ഫെറസ് എന്നാ പറയാം അല്ലേ. നോക്കാതാ, ഡസ് നോട്ട് കണ്ടെയ്നിങ് അയൺ ഒരിക്കലും അല്ല. നോക്ക്, കണ്ടെയ്നിങ് അയൺ റെഡിയാണ്. മിക്സർ ഓഫ് കോപ്പർ ഒരിക്കലും അല്ല. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എഴുതുന്നുണ്ടോടാ? അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് പോകണേ, അവസാനത്തേക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് വെക്കുക. പിന്നീട് ഒരിക്കൽ കൂടി ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ച് പഠിച്ചോളുക. റെഡി? ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടോങ്സ് ഈസ് എ ടൂൾ ഫോർ. എന്താണ് നമുക്ക് ഈ ടോങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടൂൾസിൻ്റെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രാവിറ്റിയുടെ കോഴ്സ് എടുത്തവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ടൂൾസിലെ ഏറ്റവും ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് നമുക്ക് എന്താക്കാൻ പറ്റും? സ്മിത്തി വർക്ക്ഷോപ്പിൽ നമ്മളെ ടോങ് എന്ന് നമ്മളാണ് ഫസ്റ്റ് ടൂളായിട്ടാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ടോങ് എന്തിനാണ്? ഡ്രില്ലിംഗ് പർപ്പസിനാണോ? ആണോടാ? അല്ല, ഒരിക്കലും അല്ല. ക്ലീനിങ് പർപ്പസിനാണോ? അല്ല, ഒരിക്കലും അല്ല. ഹോൾഡിംഗ് ആണോ? ഹോൾഡിംഗ് ആണോ? മൂന്നാമത് പ്ലേസിങ്. ഈ രണ്ട് കാര്യങ്ങളാണ് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുക. ക്ലീനിങ്ങും ഡ്രില്ലിങ്ങും എല്ലാം നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. പ്ലേസിങ് ആൻഡ് ഹോൾഡിംഗ് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ടോങ്സ് എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹോൾഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടല്ലായിരുന്നോ? നമ്മൾ ചൂടായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ട്, ചൂടായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ടോങ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ ടോങ്സിൻ്റെ ക്ലാസ്സൊക്കെ നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യുന്ന ഒന്ന് അനലൈസ് ചെയ്ത്, അതായത് സംശയങ്ങളുടെ ടോങ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ക്ലാസ് നോട്ടുകൾ ഒന്ന് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ ഈ ചാനലിൽ തന്നെ കുറേ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു വേറൊരു സെക്ഷൻ തന്നെ, സിലബസ് ക്ലിയർ ചെയ്യാനുള്ള സെക്ഷൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ടോങ്സിനെ കുറിച്ചും മറ്റ് അനുബന്ധ ടൂൾസിനെ കുറിച്ചും നമ്മുടെ സിലബസിൻ്റെ എൻ്റയർ പാർട്ട് നമുക്ക് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ എന്തായാലും ഇതുവരെ പുതിയ കൂട്ടുകാരെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ള വരുന്ന വീഡിയോസുകളൊക്കെ നമ്മുടെ സ്മിത്തിയുടേതായാലും മറ്റെന്ത് ടെക്നിക്കൽ PSCയുടെ ആയാലും വീഡിയോസ്, സിലബസ് പ്രകാരമുള്ള എല്ലാ വീഡിയോസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ഒരു വീഡിയോ, ഈ ചാനലിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. എന്താണ്? ഹോൾഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോങ്സ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കി. നാലാമത്തത് ചോദ്യം ഇതാണ്: മൈൽഡ് സ്റ്റീൽ ബിലോങ്സ് ടു ദ കാറ്റഗറി ഓഫ്. മൈൽഡ് സ്റ്റീൽ, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. മൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഹൈ കാർബൺ ആണോ, ലോവർ കാർബൺ സ്റ്റീലാണോ, ടൂൾ സ്റ്റീലാണോ, മീഡിയം കാർബൺ സ്റ്റീലാണോ? എല്ലാവർക്കും അറിയാം. ഇതിനൊന്നും സംശയമൊന്നും കാണണ്ട കേട്ടോ. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മൈൽഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ലോ കാർബൺ സ്റ്റീലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, മൈൽഡ് സ്റ്റീൽ. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്കറിയാം. ഇതൊക്കെ ജനറലി ആയിട്ട് എല്ലാ PSCകളിലും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. 2015 ഈ ഒരു PSCയിൽ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ്
ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നമുക്കറിയാം എല്ലാ ജനറൽ പി എസ് സികളിലും എല്ലാ ടെക്നിക്കൽ പി എസ് സികളിലും ജനറൽ പി എസ് സി അല്ല ടെക്നിക്കൽ പി എസ് സിയിലൊക്കെ ജനറലി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ സ്മിത്തിയുടെ ഭാഗമായിട്ടാണ് തന്നെ സിലബസ് പ്രകാരമാണ്. എന്നാലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ചിലർ ഇത് തെറ്റിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏറ്റവും ബിലോ ലെവലിലുള്ള കൂട്ടുകാർക്ക് കൂടി അല്ലെങ്കിൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ഈ സ്മിത്തിയിലൂടെ പി എസ് സി എഴുതാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്മിത്തിനെ കുറിച്ചോ ടെക്നിക്കൽ പി എസ് സി ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നല്ല രീതിയിൽ മോക്ക് ചെയ്ത് നല്ല വൃത്തിയിൽ പോയി പഠിച്ചുകൊണ്ട് ഗ്രാവിറ്റിയുടെ തന്നെ മറ്റേതെങ്കിലും ക്ലാസ്സുകളോ ഏതെങ്കിലും ക്ലാസ് എടുത്തിട്ട് മോക്ക് വൃത്തിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അനവിൽ ഈസ് യൂസർ. എന്തിനാണ് അനവിൽ യൂസ് ചെയ്യുന്നത്? മനസ്സിലാക്കും. ഫൗണ്ടറി ആണോ, സ്മിത്തിക് ആണോ, സ്റ്റോർ ആണോ, ഓഫീസ് അറസ്റ്റ്? സിമ്പിളാണ്, നമുക്കറിയാം. ഫൗണ്ടറി എന്നാണ് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഫൗണ്ടറി ഒരിക്കലും ആവില്ല. ഫൗണ്ടറിയിൽ നമുക്ക് എന്ത് വരുന്നില്ല, അനവിൽ വരുന്നില്ല. നമ്മൾ അവിടെ കൂടുതൽ എന്ത് വേണ്ടിയിട്ടാണ്, കാസ്റ്റിംഗ് പർപ്പസുകളിനെയാണ് ഫൗണ്ടറി യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാം. സ്മിത്തി ഒരു ഓപ്ഷനാണ്, സ്റ്റോർ എന്നൊരു ഓപ്ഷനാണ്, ഓഫീസും സ്റ്റോറും ഒരിക്കലും ആവോ? അല്ല, ഒരിക്കലും ആവില്ല. അപ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് വരുന്നത്? സ്മിത്തി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മനസ്സിലാക്കി വെക്കാം. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇനിയും ചോദിക്കാൻ സാധ്യത ഉണ്ട്. മനസ്സിലാക്കി പോയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ അങ്ങനെ ആ ഒരു മൈൻഡിൽ പഠിക്കണം കേട്ടോ. ആ ഒരു മൈൻഡിൽ പഠിക്കണം. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൈൽഡ് സ്റ്റീൽ ഹാസ് ഗോട്ട് ദ ഫോളോയിങ് മെറ്റാലിക് സ്ട്രക്ചർ. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. പിന്നീടും ഒരു 1-2 എക്സാമുകളിൽ ചോദിച്ചതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓക്കെ. മൈൽഡ് സ്റ്റീൽ ഹാവ് ഗോട്ട് ദ ഫോളോയിങ് മെറ്റാലിക് സ്ട്രക്ചർ. മൈൽഡ് സ്റ്റീലിൻ്റെ മെറ്റാലിക് സ്ട്രക്ചർ എന്താണ്? നമ്മൾ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. മൈൽഡ് സ്റ്റീലിൻ്റെ മെറ്റാലിക് സ്ട്രക്ചർ എന്താണ്? ഓക്കെ, ഏതാണ്? ക്ലോസ് പാക്ക്ഡ് ഹെക്സഗണൽ ആണോ, ഫേസ് സെൻട്രഡ് ക്യൂബ് സ്ട്രക്ചർ ആണോ, ഓർത്തോഹോംബിക് ക്രിസ്റ്റലൈൻ ആണോ, ബോഡി സെൻട്രഡ് ക്യൂബിക് സ്ട്രക്ചർ ആണോ? ഒന്ന് ആലോചിച്ച് നോക്ക് ഏതാ വരുന്നത്. കൂട്ടുകാർക്ക് നല്ല രീതിയിൽ സംശയം ഉണ്ടാവുമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. എ ഓർ ബി ഓർ സി ഓർ ഡി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഫേസ് സെൻട്രേഡും ഓർത്തോഹോംബിക് ക്രിസ്റ്റലിനും അല്ല നമുക്ക് നല്ല രീതിയിൽ അറിയാം. പിന്നെ നമുക്ക് സംശയം ഉണ്ടാകുന്നത് ഏതാടാ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലോസ് പാക്ക്ഡ് ഹെക്സഗണൽ ബോഡി സെൻറ്റേഡ് ക്യൂബ് സ്ട്രക്ചറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ടൈം എടുത്ത് ആലോചിക്കുക. കാരണം നമ്മൾ കുറേ ക്വസ്റ്റ്യനുകൾ പഠിക്കുന്നുണ്ട്. അതിൽ ചെറുതൊന്നും മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു റാങ്ക് ഡ്രോപ്പ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാടാ വരുന്നത്? നമുക്ക് ആദ്യം ഒന്ന് എലിമിനേറ്റ് ചെയ്ത് നോക്കാം. ബിയും അല്ല, സിയും അല്ല, അത് നമ്മൾ ഉറപ്പിച്ചേ. പിന്നെ വരുന്നത് ഓപ്ഷൻ എ ഓർ ഓപ്ഷൻ ഡി. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൈൽഡ് സ്റ്റീൽ ആകുമ്പോൾ എപ്പോഴും ബോഡി സെൻറ്റേഡ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പച്ചനോട് ഒന്ന് എഴുതി തരാം. മൈൽഡ് സ്റ്റീൽ ആകുമ്പോൾ എന്താണ്? ബോഡി സെൻറ്റേഡ് ആണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലോസ് പാക്ക്ഡ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്താക്കാൻ വരുന്നത്? ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇരുന്ന് ആലോചിക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളിലും നമ്മുടെ മൈൽഡ് സ്റ്റീലിൻ്റെ മെറ്റാലിക് സ്ട്രക്ചറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബോഡി സെൻട്രഡ് ക്യൂബിക് സ്ട്രക്ചർ ആണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 7ാമത്തെ ക്വസ്റ്റ്യൻ ജനറലൈസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാമർ ഈസ് എ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഓപ്ഷൻ ഒന്നും വേറെ നോക്കേണ്ട ആവശ്യമില്ല. ഹാമർ എന്തിനു വേണ്ടിയിട്ടാണ്? ഹോൾഡിങ്ങും ക്ലീനിങ്ങും പെയിൻറ്റിങ്ങും ഒന്നല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, വലിയ ടൈം ഒന്നും എടുക്കേണ്ടതില്ല. സ്ട്രൈക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഹാമർ യൂസ് ചെയ്യുന്നത്. ഹാമറിൽ വേറെ ചോദിക്കാനുള്ള സാധ്യത, നമ്മൾ ഹാമറിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹാമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലെസർ അഡിച്ച് ഹാമറും മറ്റ് രീതിയിലും. ഹാമറിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാവുന്നത് ടൈപ്പ് ഓഫ് ഹാമേഴ്സിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ടൈപ്പ് ഓഫ് ഹാമേഴ്സിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹാമറിൻ്റെ ഏതൊരു മെറ്റീരിയൽ കൊണ്ടാണ് ഹാമർ ഉണ്ടാക്കിയിട്ടുള്ളത്, അതൊക്കെ ഒന്ന് പഠിച്ചു പോകണം കേട്ടോ. ഹാമറിൻ്റെ ക്ലാസ് ഒന്ന് എടുത്ത് നോക്കുക. ഒന്ന് മനസ്സിൽ കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് എടുത്ത് മോക്ക് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. കാരണം നമുക്ക് എക്സാമിന് വലിയ ദിവസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കാര്യം 36 ദിവസം കൂടിയുള്ളൂ, 36 ദിവസം കൂടിയുള്ളൂ. ആ ഒരു ടൈമിൽ നമ്മൾ എൻ്റയർ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് പോകേണ്ടതുണ്ട്. റെഡി? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്, വായിച്ചോ. ആൻ ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് മാനുഫാക്ചർഡ് ബൈ ദ റോളിംഗ് പ്രോസസ്സ്. സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ആലോചിക്കുക, റോളർ എന്ന ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് വേഗം പോയി എടുത്ത് കുത്തരുത് അല്ലേ? എടുത്ത് ബബിൾ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ വരിക ഐ സെക്ഷൻ ആണോ, ഡിസ്ക് ആണോ, മെറ്റൽ ക്യാൻസ് ആണോ? ഒരിക്കലുമല്ല. നമുക്കറിയാം ഐ സെക്ഷൻ ആണ് റോളർ എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാകും. പഠിക്കാത്തതും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൽ ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്തരത്തിലുള്ള ഓരോ ക്വസ്റ്റ്യൻസുകളായിരിക്കും നമ്മളുടെ റാങ്ക് പുഷ് ചെയ്യാനുള്ള സാധ്യതകളുള്ളത്. കാരണം നമ്മൾ ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് ഫോർ മാനുഫാക്ചർ ബൈ റോളിംഗ് പ്രോസസ്സ് എന്നൊക്കെ കാണുമ്പോൾ കൂടുതൽ ആൾക്കാരും ഈ ഒരു പോർഷൻ നമ്മളെ റോളിംഗ് പ്രോസസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ കോഴ്സ് എടുത്തിട്ടുള്ള കൂട്ടുകാർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റോളിംഗ് പ്രോസസ്സ് ആകുമ്പോൾ റോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എന്തായാലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത്തരത്തിൽ റോങ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്.
റോളർ എന്ന് കഴിഞ്ഞാൽ താഴോട്ട് നമ്മുടെ റാങ്ക് ഡ്രോപ്പ് ചെയ്യാറുള്ള സാധ്യതയുണ്ട്. ഐ സെക്ഷൻ കിട്ടുന്നവർക്കൊക്കെ റാങ്ക് പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ തലവര മാറ്റുന്നത് എന്ന് മനസ്സിലാക്കി വെക്കട. റെഡി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 9ാമത്തെ ക്വസ്റ്റ്യൻ, സ്മിത്തി മെറ്റൽസ് ആർ ഹീറ്റഡ് അപ് ടു. ആലോചിച്ച് നോക്ക്, ഇത് സിമ്പിളാണ്. അത് കിട്ടുന്നുണ്ടോ? റെഡ് ഹോട്ട് ആണോ, വൈറ്റ് ഹോട്ട് ആണോ, മെൽറ്റിംഗ് പോയിന്റ് ആണോ, ഫ്രീസിംഗ് പോയിന്റ് ആണോ? ആലോചിച്ച് നോക്ക്, കിട്ടുന്നുണ്ടോ? യെസ്, എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്? റെഡ് ഹോട്ട് എന്നായിരുന്നു. സ്മിത്തി മെറ്റൽസ് ഇതുവരെ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ കേൾക്കുമെന്നാണ് മനസ്സിലാക്കി മക്കളെ. സ്മിത്തി മെറ്റൽസ് ആർ ഹീറ്റഡ് അപ് ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്മിത്തിയിൽ ഉപയോഗിക്കുന്ന മെറ്റൽസുകൾ ഏതൊരു പോയിന്റ് വരെയാണ് നമ്മൾ ഹീറ്റ് ചെയ്യുക എന്ന് ചോദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇവിടെ റെഡ് ഹോട്ട് എന്നായിരിക്കും. ഓക്കെ, വൈറ്റ് ഹോട്ട് ഒന്നല്ല, മെൽറ്റിംഗ് പോയിന്റ് എന്നല്ല. നമുക്ക് സംശയം ഉണ്ടാകും മെൽറ്റിംഗ് പോയിന്റ് ആണോ എന്നല്ല, ഒരിക്കലും അല്ല. സ്മിത്തിയിൽ എപ്പോഴും റെഡ് ഹോട്ട് കണ്ടീഷൻ എത്തുന്നവരെ നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റും. അതിനങ്ങോട്ട് നമുക്ക് ഹീറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുന്നില്ല. സ്മിത്തി എന്ന് പറഞ്ഞാൽ റെഡ് ഹോട്ട് കണ്ടീഷനിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ എക്സാം കഴിയുന്നവരെ, അല്ലെങ്കിൽ നമുക്കൊരു ജോലിയിലേക്കുള്ള ഒരു എൻട്രി ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ആ ഒരു മൈൻഡ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം സിമ്പിളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമുക്ക് നമ്മളുടെ 2026 വരുന്ന വർഷം വലിയൊരു നമ്മളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വർഷമായിട്ട് നമുക്കിത് മാറ്റേണ്ടതുണ്ട്. അതിൻ്റെ ഫസ്റ്റ് എക്സാം ആയിട്ട് സ്മിത്തി കാണുന്നവരെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് വെക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വലിയ ടൈം ലാഗ് വേണ്ട. 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക്, ഇൻ മാലിബിൾ അയൺ ദ കാർബൺ ഈസ് പ്രസന്റ് ഇൻ ദ ഡാഷ് ഫോം. മാലിബിൾ അയണിൽ കാർബൺ എങ്ങനെയാണ് പ്രസന്റ് ഉള്ളത്? ഫ്ലാക്സ് ആണോ, സ്പൈക്സ് ആണോ, നോഡുലാർ ആണോ, സിമെന്റേറ്റ് ആണോ? ഫ്ലാക്സും സ്പൈക്കും അല്ല, സ്പൈക്സും അല്ല, നമുക്കറിയാം. അപ്പോൾ ഏതാണ്? നോഡുലാർ ആണ്. സംശയം ഉണ്ടാവരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു സിലബസിൽ അല്ലെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള നോട്ടിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ആ ഭാഗത്തൊക്കെ നോഡുലാറിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം സിലബസ് വ്യക്തമായിട്ട് പഠിച്ചവർക്കൊക്കെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ സിലബസ് തന്നെ പറയുന്നുണ്ട്. അഡീഷണൽ ആയിട്ടോ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ഒന്നും വരുന്നില്ല. ഇതൊക്കെ സിലബസിലുള്ള ക്വസ്റ്റ്യനാണ്. ഇത് റിപ്പീറ്റ് അടിച്ച് ഓരോരോ എക്സാമുകൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മെഷീൻ വിച്ച് വർക്ക്സ് ഓൺ ഫോർജിങ് ബൈ പ്രഷർ ഈസ് കോൾഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നല്ല രീതിയിൽ എന്തായാലും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കണം. ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു സിമ്പിൾ മോക്കാണ്. മോഡൽ എക്സാം നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മോഡൽ എക്സാം ഉണ്ടാവില്ലേ, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. കാരണം ഇതൊരു മോഡലാണ്. ഈ ഒരു മോഡലിലൂടെയാണ് ഇനി അങ്ങോട്ട് എക്സാം. ഇതേ രീതി തന്നെ ചേരാൻ സാധ്യതയുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനും സാധ്യത. ഇതൊക്കെ പഠിച്ചു പോകാൻ, റിവൈസ് ചെയ്ത് പോവുക. ഇനിയും ഇന്ന് ഈ ഒരു വീഡിയോ ഇപ്പം കാണുന്ന നിങ്ങളുണ്ടെങ്കിൽ ഒരു നാളെ ഇതിൻ്റെ വീഡിയോ കിട്ടിയിട്ട് ഒന്നും കൂടി അനലൈസ് ചെയ്യാം. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ വീഡിയോ തന്നെ കാണാം. ഓക്കെ, എന്നാലും നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യുന്നു, ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നമ്മുടെ ബ്രെയിനിൽ ഇത് സ്റ്റോർ ചെയ്യുന്നു വെക്കണം. അല്ലാണ്ട് വെറുതെ ഒന്ന് വീഡിയോ കണ്ടുപോകുന്നത്, എക്സാമിൻ്റെ തലേന്ന് വീഡിയോ കണ്ടുപോകുന്ന ലെവലിലേക്ക് എത്തരുത്. നമ്മൾ നേരത്തെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്ത് പോകണം. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്താ വരിക? മെഷീൻ വിച്ച് വർക്ക്സ് ഓൺ ഫോർജിങ് ബൈ പ്രഷർ ഈസ് കോൾഡ്. ഏതാ വരുന്നത്? പവർ ടോയ്സ് ആണോ? ഒരിക്കലും അല്ല. അല്ലേ, പവർ ഫ്ലൂയിഡ്സ് ആണോ? അല്ല. ലൈൻസ് ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ അനലൈസ് ചെയ്തിട്ടാണ് നമ്മളെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാ വരുന്നത്? ആലോചിച്ച് നോക്ക്, പവർ പ്രസ് ആണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് റാങ്ക് പുഷിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക് പുഷ് ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് എന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കേടാ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, എ പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ മാർക്ക് എ മെറ്റൽ പാർട്ട് വെൻ ഇറ്റ് ഈസ് അറ്റ് ഫോർജിങ് ഹീറ്റ്. നമ്മൾ പലതരത്തിലുള്ള പഞ്ചുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ, പലതരത്തിലുള്ള പഞ്ചുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? ത്രെഡ്സ് ആണോ, ഗ്രൂപ്പ്സ് ആണോ, ഹോൾസ് ആണോ, കോർണേഴ്സ് ആണോ? ആലോചിച്ച് നോക്ക്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതാണ്? ഹോൾസ് ആണ് കൂടുതൽ. ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ആൻസർ സി ആണ്, ഹോൾസ് ആണ്. നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഞാനിതിൻ്റെ ഡീപ്പായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മോക്കായിട്ട് കണക്കാക്കുക കേട്ടോ. ഇതൊരു മോക്കായിട്ട് കണക്കാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ നമ്മുടെ വീഡിയോസുകളിൽ നമ്മുടെ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള തിയററ്റിക്കൽ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കാം. കാരണം നമ്മുടെ മുമ്പിൽ ഇനിയും സമയമുണ്ട്. 36 ദിവസം ഉണ്ടല്ലോ, 36-35 ദിവസം ഉണ്ടല്ലോ. ആ ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതൊന്ന് അനലൈസ് ചെയ്ത് കിട്ടണം, നമ്മുടെ ബ്രെയിനിൽ കിട്ടണം, സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 13 നമ്പർ മാറിയിട്ടാ. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഇട്ടത് 13 ക്വസ്റ്റ്യൻ ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നമ്പർ ഇതിലേക്ക് മാറ്റാൻ മറന്നു പോയടാ, സോറി. എന്താ ക്വസ്റ്റ്യൻ വരുന്നത്? മെഷീൻ വിച്ച് വർക്ക്സ് ഓൺ ഫോർജിങ് ബൈ ബ്ലോ ആർ കോൾഡ്. അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? നമുക്കറിയാം പവർ പ്ലാന്റ്സ് അല്ല, ഒരിക്കലും അല്ല. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പവർ പ്ലാന്റ്സ് ഒരിക്കലും അല്ല. പിന്നെ വരുന്ന ഏതാണ്? പവർ
ചില്ലേഴ്സ്, പവർ പാക്സ്, പവർ പ്ലാന്റ്സ്, പവർ ഹാമേഴ്സ്. ആൻസർ ഏതാ വരിക? ആലോചിച്ച് നോക്കുക. നമുക്കറിയാം പവർ ഹാമേഴ്സ് ആണ്. മോക്ക് ചെയ്യുന്നുണ്ടോ, കിട്ടുന്നുണ്ടോടാ? നമ്മളിതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻസ്, ഇതൊരു വീഡിയോ മോക്കായിട്ട് മനസ്സിലാക്കി വെക്കാം. റെഡി? മോക്കാണെന്ന് വിചാരിച്ച് പഠിക്കട്ടോ. നമ്മൾ ഇതിന് റിവൈസ് ചെയ്ത് വേണം വീണ്ടും ഈ വീഡിയോ തന്നെ കാണണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി ബാക്കി വരുന്ന നമ്മുടെ ഏകദേശം ഒരു 500ഓളം ക്വസ്റ്റ്യൻ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 500 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു 36 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതിൻ്റെ എൻ്റയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് കലക്കി കുടിച്ചെടുക്കും. ആ ഒരു കലക്കല് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ജോലി നമ്മുടെ കയ്യിൽ പോകണം. ആ ഒരു ഒറ്റ ടാർഗറ്റ് നമുക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. 15ാമത്തെ ക്വസ്റ്റ്യൻസ്, ഫുള്ളേഴ്സ് ആർ യൂസ്ഡ്. എന്തിനാണ് ഫുള്ളേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്? ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫുള്ളേഴ്സ് ആർ യൂസ്ഡ് 15ാമത്തെ ക്വസ്റ്റ്യൻ. നെക്കിംഗ് ഡൗൺ ആണോ, ഫ്ലാറ്റ് ടേൺ ആണോ, മേക്കിംഗ് ഹോൾസ് ആണോ, ഇൻക്രീസിങ് തിക്നെസ് ആണോ? ഫുള്ളേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നെക്കിംഗ് ഡൗൺ ആണ്. അപ്പോൾ ഫുള്ളേഴ്സിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഫുള്ളേഴ്സ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഫുള്ളേഴ്സ് സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഫുള്ളേഴ്സ് എല്ലാവരും ഒഴിവാക്കും, ചിലരൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട് ഫുള്ളേഴ്സ്. അപ്പോൾ ഫുള്ളേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ പല എക്സാമുകളിലും, സ്മിത്തിൽ മാത്രമല്ല പല എക്സാമുകളിലും, സ്മിത്തി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് സിലബസ് ഉള്ള എക്സാമുകളിലൊക്കെ ഫുള്ളേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഫോർ ചാമ്പേഴ്സ് ഓൺ ബോൾട്ട് ഹെഡ് ബൈ എ, ആലോചിച്ച് നോക്ക്. ഡാഷ് എന്നാണ് ഞാൻ 2 പോയിന്റാണ് ഇട്ടത്, സോറി. ഓക്കെ, സ്വേച്ചിങ് ടൂൾ, ഗ്രൈൻഡിങ് ടൂൾ, കപ്പിംഗ് ടൂൾ, കട്ടിങ്. ഏതാണ് വരുന്നത്? ഇതൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കപ്പിംഗ് ടൂളാണ്. റെഡി? ആലോചിച്ച് വെക്കാം. ഇത് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചിലവരുണ്ടാവും, എന്നിട്ട് തിയറി പഠിക്കാത്തവരുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ബൈഹാർട്ടാക്കി വെക്കാം. അതേ ഉള്ളൂ മാർഗ്ഗമുള്ളൂ, നമ്മുടെ കയ്യിലൊരു മാർഗ്ഗമുള്ളൂ. ഇതേ ഉള്ളൂ, ഇങ്ങനെയാണ് മാർഗ്ഗം. ഇത് എങ്ങനെ വന്നു എന്നുള്ളത് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ സിലബസ് പ്രകാരമുള്ള ഈ വീഡിയോസൊക്കെ ഒന്ന് കാണണം. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ബൈഹാർട്ടാക്കി വെക്കാം. ഫൈൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. 17ാമത്തെ ക്വസ്റ്റ്യനും 15ാമത്തെ 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. 17ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 17. സ്കാർഫിംഗ് ഈസ് ദ മെത്തേഡ് ഓഫ് ഷേപ്പിംഗ് ഇൻ ദ എൻഡ് ഓഫ് ദ റോഡ് ഫോർ. ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ആർക്കും കിട്ടുന്നുണ്ടോ? ആലോചിച്ച് ഏതാ ആൻസർ വരിക? ആർക്ക് വെൽഡിംഗ് ആണോ, ഫോർജ് വെൽഡിംഗ് ആണോ, ഗ്യാസ് വെൽഡിംഗ് ആണോ, തെർമിറ്റ് വെൽഡിംഗ് ആണോ? നമ്മൾ സ്കാർഫിംഗ് എന്ന് പറയുന്നത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഫോർജ് വെൽഡിംഗ് ആണ്. റെഡി? കിട്ടിയോടാ? റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർജിങ് ഓപ്പറേഷൻ ഡാഷ് ദ സ്ട്രക്ചർ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നുണ്ട്. ഫോർജിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡാഷ് ദ സ്ട്രക്ചർ. ഫോർജിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന ഏതോന്നാണ്, അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലൂസൺ ആണോ, എൻലാർജ് ആണോ, എക്ടാങ്കിൾ ആണോ, അതുപോലെ തന്നെ റിഫൈൻ ആണോ? ആൻസർ ഏതാണ് വരുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്, റിഫൈൻ എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ. റിഫൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആൻസർ കറക്റ്റായിട്ട് വരുന്നത്. കിട്ടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതും ആയിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ആൻസേഴ്സ് കിട്ടുന്നുണ്ടെന്ന് മോക്കായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓൾറെഡി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർജിങ് ഓപ്പറേഷൻ ഡാഷ് ദ സ്ട്രക്ചർ ഓഫ് മെറ്റൽ. ഫോർജിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സ്ട്രക്ചർ ഓഫ് മെറ്റൽസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. സോറി, ഇതും നേരത്തെ ക്വസ്റ്റ്യനും ഒന്നിനായിരുന്നു അല്ലേ. ചെറുതായിട്ടൊന്ന് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോറി. അപ്സെറ്റ് ഫോർജിങ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് മേക്കിംഗ്. ഏതാണ് വരുന്നത്? അപ്സെറ്റ് ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർജിങ്ങിൻ്റെ ഭാഗത്തു നിന്നൊന്ന് പഠിച്ചു വെച്ചോളൂ. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുണ്ട് ഇപ്പോഴത്തെ സമയത്ത്. നമുക്കറിയാം, കഴിഞ്ഞ വെൽഡിങ്ങിൻ്റെ എക്സാമും ഒക്കെ ചെയ്ത സമയത്ത് വെൽഡിങ്ങിൻ്റെ എക്സാമും ക്വസ്റ്റ്യനൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു ടോപ്പിക്കിൽ നിന്ന് 1, 2, 3, 4 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് സർവ്വസാധാരണയായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ലൈനിൽ ഒരു ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനും, മൂന്നാമത്തെ ക്വസ്റ്റ്യനും, നാലാമത്തെ ക്വസ്റ്റ്യനും ഒറ്റ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു പ്രവണത ഇപ്പം PSC ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പം പഠിച്ചു വെച്ചോളാം. ഒരു ടോപ്പിക്കിൻ്റെ ഭാഗത്ത് നിന്ന് അപ്സെറ്റ് ഫോർജിങ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുള്ളേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പിക്കുകളിൽ നിന്ന് എല്ലാ ടോപ്പിക്സിൽ നിന്ന് ഭാഗത്തു നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് വേഗം കൂടുതൽ ഒരു എക്സാമിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ പറഞ്ഞു ടൈം കളയാതെ. ഏതായിരുന്നു? ഹെഡ് ഓഫ് ബോൾട്ട് ആണോ, കീവേ ഓൺ ഷാഫ്റ്റ് ആണോ, ത്രെഡ് ഓൺ ദ ബോൾട്ട് ആണോ, ഹോൾ ഓഫ് ദ വാഷർ ആണോ? ആൻസർ ഏതാ വരുന്നത്? ഹെഡ് ഓഫ് ദ ബോൾട്ട്. ഓക്കെ, ഹെഡ് ഓഫ് ദ ബോൾട്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിൻ്റെ ആൻസർ പഠിച്ചു വെച്ചോളാം. അടുത്തത് അപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ അല്ല, നമ്പർ 21ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. വെൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐഡന്റിക്കൽ ഫോർജിങ് ആർ റിക്വയർഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ. ഫോർജിങ്ങിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇതൊക്കെ പഠിച്ചു വെച്ച് പോവുക.
ഏതാണ്? ഹെഡ് ഫോർജിങ് ഈസ് യൂസ്ഡ്, പ്രസ് ഫോർജിങ് ഈസ് യൂസ്ഡ്, ഓപ്ഷൻ സി ഡൈ ഫോർജിങ് ഈസ് യൂസ്ഡ്, ഓപ്ഷൻ ഡി ഹാമർ ഫോർജിങ് ഈസ് യൂസ്ഡ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അധികം ടൈമൊന്നും കളയുന്നില്ല. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ഇത് എഴുതി വെച്ചോളടാം, ഇതൊക്കെ പഠിച്ചു വെച്ചോളാം. ഓക്കെ, ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടെമ്പറേച്ചർ ഓഫ് ഫർണസ് യൂസ്ഡ് ഫോർ ഹീറ്റ് ട്രീറ്റിംഗ് സ്റ്റീൽ ഈസ് മെഷേർഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എ ഇൻസ്ട്രുമെന്റ് കോൾഡ്. നമുക്കറിയാം ഇത് തെറ്റാനുള്ള സാധ്യതകൾ എങ്ങനെയാണ്? ഹൈഡ്രോമീറ്ററും സ്പീഡോമീറ്ററും അല്ല അല്ലേ? ഹൈഡ്രോമീറ്ററും സ്പീഡോമീറ്ററും ഒരിക്കലും ആവില്ല. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു, ഒരിക്കലല്ല. പിന്നെ വരുന്നത് തെർമോമീറ്ററും പൈറോമീറ്ററും. മനസ്സിലാക്കി വെക്കുക, ഫർണസിൻ്റെ ഒക്കെ കേസ് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് എപ്പോഴും പറയാം തെർമോമീറ്റർ, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള തെർമോമീറ്ററാണ്. അപ്പം പക്ഷേ ഇവിടെ വരുന്ന ആൻസർ ഏതാണ് വരുന്നത്? പൈറോമീറ്റർ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫർണസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ് പൈറോമീറ്റർ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആൻസർ ഏതായിരിക്കും വരിക? പൈറോമീറ്റർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് സ്റ്റീൽ ഈസ് ഗാൽവനൈസ്ഡ് ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത്. ചോദിച്ചിട്ടുള്ളതാണ്, സ്മിത്തി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാ എക്സാമിനും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഗാൽവനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്, വേറെ ചോദ്യം ലെഡ് അല്ല കോപ്പർ അല്ല ടിൻ അല്ല. ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞാൽ സിങ്ക് കോട്ടിങ്ങിനാണ് ഗാൽവനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ ഹോൾഡിംഗ് വർക്ക്സ് ദ റെക്ടാങ്കുലർ സെക്ഷൻ ഈസ് യൂസ്ഡ്. ഏതാടാ ഹോൾഡിംഗ് വർക്ക്സ്? നമ്മുടെ ഹോൾഡിംഗ് വർക്ക്സ് ഹോൾഡ് ചെയ്യുന്നത് എന്താണ്? റെക്ടാങ്കുലർ സെക്ഷനിൽ ഫ്ലാറ്റ് ആണോ, റിംഗ് ആണോ? ടോങ്സിന് കേസാണ്. നമ്മൾ ടോങ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ റെക്ടാങ്കുലർ വർക്ക് സെക്ഷൻ യൂസ് ചെയ്യുന്നത് എന്താണ്? ഫ്ലാറ്റ് ടോങ്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് കുറച്ച് ലെങ്ത് ആയി പോയിട്ട് 24ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 10-20ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി വരുന്ന വീഡിയോസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ എക്സാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മുടെ വീഡിയോ ആയിട്ട് സീരീസ് ആയിട്ട് ഇറക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം മാക്സിമം എന്ത് ചെയ്യാം, നമ്മൾ പറയുന്ന വീഡിയോസൊക്കെ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കുക. എൻ്റെ കൂട്ടുകാരൻ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോസ് കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി വെച്ച് പഠിച്ചോളുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ ചാനലിൽ കയറി നമ്മൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക് സെക്ഷനിൽ ഉണ്ടാവും. ലൈക്ക് സെക്ഷൻ കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണുക, കാരണം അതൊക്കെ നോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. നമ്മൾ കണ്ടാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിൽ നോട്ട് ചെയ്ത് വെച്ചാലും മതി, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി. എന്തെങ്കിലും കുറേ അവസരങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ എല്ലാം നമുക്ക് നമ്മുടെ കൈക്കുമ്പിളുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് യൂസ് ചെയ്താൽ മാത്രം മതി അല്ലേ? സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും ചെയ്താൽ മതി. പഠിക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ മതി. ആ ഒരു യൂട്ടിലൈസേഷനിലൂടെയാണ് ആ ഒരു യൂട്ടിലൈസേഷനാണ് നിങ്ങൾ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ കൂടിക്കൂടുക. നമ്മൾ ഈ 2026 നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയിട്ടുണ്ട്. ഏകദേശം 22-23ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന വീഡിയോസൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത വീഡിയോസിലൂടെയും മറ്റടുത്ത വീഡിയോസിലൂടെയും നമ്മൾ സീരീസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.